ഏകമനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടിരിപ്പിൻ. എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. മതി. കഴിഞ്ഞ വെള്ളിയാഴ്ച 2 വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനകളിൽ ഈ ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനും നമുക്ക് ധ്യാനിക്കാനൊക്കെ അവസരമുണ്ടായി. കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ കാര്യം ദൈവവചനം ഓർത്തപ്പോൾ സഭായോഗത്തിലും വെള്ളിയാഴ്ച ചുരുക്കം പേരാണല്ലോ കൂടി വരുന്നത്. അതുകൊണ്ട് സഭായോഗത്തിലും ഈ കാര്യം ഒന്ന് പങ്കുവെക്കാനുള്ള ഒരു ഉൾപ്രേരണ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ആ വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഇടയാകുന്നത്. പ്രിയമുള്ളവരെ, ദൈവവചനം നാം കേൾക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ ആലോചനയാണ് കേൾക്കുന്നത് എന്ന കാര്യം എപ്പോഴും നാം ഓർക്കുക. കർത്താവിനെ നമ്മോട് സംസാരിപ്പാനുള്ളത് ദൈവം നമ്മോട് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 13:11 അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വചനഭാഗം അവസാനിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവം നമ്മോട് കൂടെ ഇരിക്കുക എന്നുള്ളത്, അല്ലേ? എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയാണത്. നാം ഏത് വഴിക്ക് പോകുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നു, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സാന്നിധ്യം ആഗ്രഹിക്കാത്ത ആരുമില്ല. സഭയായിട്ട് നാം ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടാകാൻ നാം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, വ്യക്തികളുടെ കുഞ്ഞുങ്ങളൊക്കെ ജോലിക്കും പഠനത്തിനൊക്കെ ആയിട്ടൊക്കെ ദൂര സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, കർത്താവേ, അങ്ങ് അവരോട് കൂടെ ഇരിക്കണമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് കൂടെ ഇരിക്കുവാനായിട്ട് ചില വ്യവസ്ഥ തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ വ്യവസ്ഥകൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നതുകൂടെ നാം ഈ തരുണത്തിൽ ഓർത്തിരിക്കുക. ദൈവം കൂടെ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ സംഭവിക്കുന്നത് 1-2 വചനങ്ങൾ നമുക്ക് ഒന്ന് വായിച്ചു പോകാം. സഖരിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വചനം നമുക്കെടുത്തൊന്ന് വായിക്കാം. സഖരിയ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ആ കാലത്ത് ജാതികളുടെ സകല ഭാഷകളിൽ നിന്നും 10 പേർ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രം പിടിച്ച്, ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കയാൽ ഞങ്ങൾ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് പറയും. പ്രിയമുള്ളവരെ, നാം ആവർത്തിച്ച് ഓർക്കാറുള്ളതും നാം പ്രാർത്ഥിക്കുന്നതുമായ ഒരു വചനം, വളരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത്. എന്താണ്? തിരുവെഴുത്ത് പറയുന്നു, അന്നാളിൽ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രം പിടിച്ചുകൊണ്ട് ജാതികളുടെ സകല ഭാഷകളിൽ നിന്നും 10 പേർ അവർ പറയുന്നു, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു, ആകയാൽ ഞങ്ങളും നിങ്ങളോട് കൂടെ പോരും. അപ്പൊ ദൈവം കൂടെ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ജാതികളിൽ നിന്ന് അനേകം ആളുകൾ നമ്മോട് ചേർന്ന് വരാൻ ഇടയാകുമെന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. ദൈവസഭയുടെ ആരംഭം മുതൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. പെന്തക്കോസ്ത് നാളിൽ പ്രിയമുള്ളവർ, യെരുശലേം ദേവാലയത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ജനമാണ് യെരുശലേം ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയത്. എന്നാൽ ഒരു ചെറിയ ഒരു കൂട്ടം 120 പേരടങ്ങുന്ന ഒരു ചെറിയ കൂട്ടം മാളികമുറിയിൽ പ്രിയമുള്ളവരെ ഒരുമിച്ച് കൂടിയിരുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി അവർ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവരുടെ മധ്യേ ഇറങ്ങി വരികയാണ്. സംഭവിച്ച കാര്യം എന്താണ്? ദൈവം അവിടെ ഉണ്ട്, ദൈവമഹത്വം അവിടെ വെളിപ്പെടുന്നു, ദൈവ സാന്നിധ്യം അവിടെ വെളിപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം, അനേകം ആളുകൾ അവിടെ ഓടിക്കൂടുന്ന ഒരു രംഗമാണ് കാണാനായിട്ട് കഴിയുന്നത്, അല്ലേ? ഈ ആളുകളൊക്കെ എവിടെ വന്ന ആളുകളാണ്? യെരുശലേം ദേവാലയത്തിൽ വന്ന ആളുകളാണ്. യെരുശലേം ദേവാലയത്തിൽ യഥാർത്ഥമായ ദൈവ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവർ ഒരിക്കലും അവിടെ വിട്ട് എന്ത് ചെയ്യുകയില്ല, അവർ പോകുകയില്ലായിരുന്നു. അവർക്കറിയാം, അവർക്ക് അവിടെ അനുഭവിക്കാൻ കഴിയാത്ത ഒരു വലിയ ദൈവ സാന്നിധ്യം ഈ സെഹിയോൻ മാളിക മുറിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ ഇടയിൽ കാണാൻ ഇടയായി. പിന്നെ നാം കാണുന്നത് ആ ഓടിക്കൂടിയ ആളുകളിൽ 3000-ഓളം ആളുകൾ പിന്നെ തിരിച്ചങ്ങോട്ട് പോയില്ല, യെരുശലേം ദേവാലയത്തിലേക്ക് പോയില്ല എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ചും ഇത്
ഇതാണ് സംഭവിച്ചത്. നാം ഒക്കെ വലിയ പള്ളികളിലും പാരമ്പര്യങ്ങളിലും ഒക്കെ ജീവിച്ചിരുന്ന ആളുകളാണ്. പ്രിയമുള്ളവരെ, കാഴ്ചയ്ക്കൊക്കെ മനോഹരമായിരിക്കുന്ന അമ്പരചുംബികളായ പള്ളികളും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നവരാണ് നാം. എന്തുകൊണ്ടാണ് അതൊക്കെ വിട്ടിട്ട് ഈ ചെറിയ ഒരു പ്രാർത്ഥനാ ഹാളിൽ വന്നിരിക്കാൻ കാരണം? പ്രിയമുള്ളവരെ, നാം ഒന്ന് അനുഭവിച്ചൊരു ദൈവ സാന്നിധ്യമുണ്ട്. പ്രിയമുള്ളവരെ, മുമ്പായിരുന്ന സ്ഥലത്ത് അനുഭവിക്കാൻ കഴിയാതിരുന്നതും ചെറിയ വീടുകളിലൊക്കെ നാം ഒരുമിച്ച് കൂടിയപ്പോൾ അനുഭവിച്ചതുമായ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യമാണ് നമ്മെ ഇപ്രകാരം ഒരുമിച്ച് കൂട്ടാൻ ഇടയായത്. ഇനിയും ദൈവമക്കൾ ഓർക്കണം, ജനം നമ്മോട് ചേർന്ന് വരാൻ ഇടയാകണമെങ്കിൽ ആവശ്യമായിരിക്കുന്നത് ദൈവം നമ്മുടെ മധ്യേ ഉണ്ടെന്ന് ജനം തിരിച്ചറിയണം. അതുകൊണ്ട് ഈ സന്ദേശം ഇന്ന് പങ്കുവെക്കുമ്പോൾ പ്രിയമുള്ളവരെ, എനിക്ക് ഇന്ന് കേൾക്കുന്ന നിങ്ങൾക്കെല്ലാം ഇത് ഒരുപോലെ ബാധകമാണ്. നാം ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മുടെ അയൽവാസികൾ, ചുറ്റുപാടും താമസിക്കുന്നവർ പറയട്ടെ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളും നിങ്ങളോട് കൂടെ പോരുന്നു എന്ന് പറയുന്ന അനുഭവം. ഈ ജീവിത ആ യാത്രയിൽ ദൈവം നമുക്ക് നൽകിയ, ഭൂമി നൽകിയ ചെറിയൊരായുസിൽ പ്രിയമുള്ളവരെ, ചിലരെങ്കിലും അത് തിരിച്ചറിഞ്ഞ് നാം മുഖാന്തരം ദൈവത്തെ അറിയാൻ, ദൈവസന്നിധിയിലേക്ക് വരാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭാഗ്യം വേറെ ഇല്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആത്മാർത്ഥമായിരിക്കുന്ന ഒരു പ്രാർത്ഥന ഈ കാര്യത്തിൽ നമുക്ക് വേണം. തന്നെയല്ല, തുടർന്നുള്ള വചനം വായിക്കുമ്പോൾ ദൈവം കൂടെ ഇരിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് വചനം പറയുന്നുവോ അത് അതുപോലെ ഏറ്റെടുക്കാൻ നമുക്കും ഇടയാകേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. മറ്റൊന്ന് രണ്ട് വചനം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ, 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു, അവൻ ചെന്നിടത്തൊക്കെയും കൃതാർത്ഥനായി വന്നു. ഹിസ്കിയാവിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അടുത്ത വാക്ക്, അവൻ ചെന്നിടത്തൊക്കെയും എന്താണ്? കൃതാർത്ഥനായി തീർന്നു. പ്രിയമുള്ളവരെ, നാം ചെല്ലുന്ന ഇടത്ത്, നാം ആയിരിക്കുന്ന ഇടത്ത് ഒക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനും സഭ, കുടുംബം, വ്യക്തിജീവിതങ്ങൾ എല്ലാം അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ വിജയ രഹസ്യം എന്ന് പറയുന്നത് ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നതാണ്. ഹിസ്കിയാവ് അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തന്റെ പിതാക്കന്മാരായി ചെയ്തുകൊണ്ടിരുന്ന ചില അനാചാരങ്ങൾ, നെഹുഷ്ഠാൻ എന്ന പേരിൽ പ്രിയമുള്ളവരെ, മോശ ഉണ്ടാക്കിയ താമര സർപ്പത്തെയൊക്കെ ആരാധിച്ചു കൊണ്ടിരുന്ന അവസ്ഥ, അതൊക്കെ തകർത്ത് കളഞ്ഞിട്ട് ദൈവമായ യഹോവയിൽ പൂർണ്ണമായി ആശ്രയിച്ചു. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചു നടന്നു. അതിന്റെ അനന്തര ഫലം എന്താണ്? ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെന്നിടത്തൊക്കെയും കൃതാർത്ഥനായി തീർന്നു. നാം ചെല്ലുന്ന ഇടത്ത് നാം പരാജയത്തിന്റെ വഴികൾ കാണുന്നുണ്ടെങ്കിൽ ഓർക്കണം, ദൈവം കൂടെ ഇരിക്കുവാൻ ദൈവത്തോട് നാം ചേർന്നിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വചനം വായിക്കുമ്പോൾ യഹോശാഫാത്തിനെ കുറിച്ചും പറയുന്ന ഒരു വാക്കുണ്ട്. യഹൂദ രാജാവായിരിക്കുന്ന യഹോശാഫാത്തിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്ക് വായിക്കാം. യഹോശാഫാത്ത് തന്റെ പിതാവായ ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തന്റെ പിതാവിന്റെ ദൈവത്തെ അന്വേഷിക്കുകയും പിന്നെ ഇസ്രായേലിന്റെ ആചാരപ്രകാരം നടക്കാതെ, വാക്ക് ശ്രദ്ധിക്കുക, ഇസ്രായേലിന്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവർ, ഇസ്രായേലിന്റെ ആചാരപ്രകാരം നടക്കാതെ എന്ന് പറഞ്ഞാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേലിൽ പലതും എന്തായി മാറി? ആചാരങ്ങളായിട്ട് മാറി. പ്രിയമുള്ളവരെ, നമുക്കും അതങ്ങനെ സംഭവിക്കാനായിട്ട് സാധ്യതകളുണ്ട്. ആത്മാർത്ഥമായി ദൈവത്തെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു, ആത്മാർത്ഥമായി പാടി ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന നാളുകൾ, എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ഇതൊക്കെ എന്തായിത്തീരുന്നു? ഒരാചാരമായി മാറുന്നു. പ്രിയമുള്ളവരെ, എന്നാൽ ആചാരമാക്കി നടത്തുന്നവരോട് കൂടെ അല്ല ദൈവം ഇരിക്കുന്നത്. ഞായറാഴ്ച സഭായോഗത്തിൽ പങ്കെടുക്കണം, അതൊരു ആചാരമായിട്ടല്ല.
ആത്മാർത്ഥതയോടെ ഞായറാഴ്ച രാവിലെ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വിശുദ്ധന്മാരുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി കൊതിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ അതാണ് സംഭവിച്ചത്. പ്രിയമുള്ളവരെ, പള്ളിയൊക്കെ വിട്ട് പാരമ്പര്യങ്ങളൊക്കെ വിട്ട് ചെറിയ വീടുകളിലൊക്കെ നാം പ്രാർത്ഥനയ്ക്ക് കൂടിയപ്പോ ശരിക്കും സംഭവിച്ചത് എന്താ? ഒരു ഞായറാഴ്ച വരാൻ കാത്തിരിക്കുകയാണ്, ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് കാത്തിരിക്കുകയാണ്, ഒരു കോട്ടേജ് മീറ്റിങ്ങിന് കാത്തിരിക്കുകയാണ്. ദൈവമക്കൾ തമ്മിലൊക്കെ ഒന്ന് കാണാനും ഒന്ന് ഒരുമിച്ച് കൂടാനും ഒക്കെയുള്ള കൊതി ഉള്ളിലുണ്ടായിരുന്നു. അതൊരാചാരമായിരുന്നില്ല, അതൊരനുഭവമായിരുന്നു. അതിന്റെ അനന്തരഫലം ദൈവം നമ്മുടെ മധ്യേ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇനിയും ഇന്നും നാം ഓർക്കണം, ഒരിക്കലും ഒരാചാരമായി ഒരു പാരമ്പര്യമായി പോകാതെ ആത്മാവിന്റെ അനുഭവത്തിൽ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരനുഭവമായി നമുക്ക് മാറണം. ഇവിടെ തിരുവെടുത്ത് പറയുന്ന വാക്ക് ഓർക്കുക. ഇസ്രായേലിന്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം നടന്നപ്പോൾ സംഭവിച്ചത് എന്താണ്? യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഒരു വാക്കുകൂടെ ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നാം ജോസഫിനോടുള്ള ബന്ധത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. അതുകൂടെ നമുക്കൊന്ന് വായിക്കാം. എന്നാൽ യോസേഫിനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്മായിലരുടെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ ഫോത്തിഫർ എന്ന മിസ്രയീമിൻ അവനെ വിലയ്ക്ക് വാങ്ങി. യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി. ഈ ഒരു വാക്ക് കൂടെ നമ്മൾ വായിച്ചില്ലെങ്കിൽ ഈ ദൈവവചനം ഒരു ബാലൻസ്ഡ് ആകുകയില്ല, അല്ലേ? നിങ്ങൾ അത് ശ്രദ്ധിച്ചോ? എന്റെ കാര്യം എന്നറിയാമോ? മുൻപൊക്കെ വായിച്ചത് ദൈവം കൂടെ ഇരുന്നത് കൊണ്ട് അവൻ ചെന്നിടത്തെല്ലാം കൃതാർത്ഥനായി, അല്ലേ? അവന് വിജയം കണ്ടു, ഉയർച്ച കണ്ടു എന്നൊക്കെയാണ് വായിച്ചത്. എന്നാൽ ഇവിടെ ദൈവം കൂടെ ഇരുന്നു, പക്ഷെ ഇപ്പൊ എവിടെയാണ്? ഇപ്പോൾ പൊട്ടക്കിണറ്റിലാണ്. ദൈവം കൂടെ ഉണ്ട്, ഇപ്പോൾ എവിടെയാണ്? പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ അപമാനിക്കപ്പെടുകയാണ്. ദൈവം കൂടെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ എവിടെയാണ്? കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ കാരാഗ്രഹത്തിലാകുമോ? ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അപമാനിതനാകുമോ? പ്രിയമുള്ളവരെ, ഓർക്കുക, ഇങ്ങനെയുള്ള ചില മുള്ളുവഴികൾ ഉണ്ട് എങ്കിലും അതിനൊരു അന്തിമ ഫലമുണ്ട് എന്ന കാര്യം നാം മറക്കരുത്, അല്ലേ? ദൈവം ആ വാക്ക്, രണ്ടാമത്തെ വാക്ക് ഒന്നോട് വായിക്കാമോ? ഉൽപ്പത്തി 39-ന്റെ 2-ാമത്തെ വചനം ഒന്നോട് വായിക്കാമോ? യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. അവൻ കൃതാർത്ഥനായി എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, കാരാഗ്രഹത്തിൽ താൻ നിരാശനായി. പ്രിയമുള്ളവരെ, തന്റെ ജന്മത്തെ പഴിച്ചുകൊണ്ടല്ലേ, അങ്ങനെയൊക്കെ ഒരു വാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാറില്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇങ്ങനെ വന്നു പെട്ടല്ലോ, എനിക്ക് ഇങ്ങനെ ഗതികേട് വന്നല്ലോ. സ്വന്തം ജീവിതത്തെ പഴിക്കുന്ന അവസ്ഥകളിലൊക്കെ ആളുകളെ കാണാൻ കഴിയും. ജോസഫ് അതല്ല ചെയ്തത്. ജോസഫിന് അറിയാം, പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് അപമാനിതനാകുന്നുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ പരിഹസിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഇവിടെ ഞാൻ ഇന്ന് പരാജയമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഈ കർത്താവിനോട് കൂടെ ഉള്ളത് കൊണ്ട്, ദൈവത്തിന്റെ മുമ്പാകെ ഞാൻ വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ട് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ദൈവത്തിന് കഴിയും. അവിടുത്തെ ഹിതമാണ് നടക്കേണ്ടത്. പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോ അതിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെട്ടത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഒറ്റ കാര്യമേ ഉള്ളൂ. ആരും കാണുന്നില്ലെങ്കിലും എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തനായിരിക്കാൻ ആഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ദൈവം കൂടെ ഉണ്ട് എന്ന ബോധ്യം ജോസഫിന് എത്ര ദൈവ ഭയത്തിൽ ജീവിക്കാനാണ് ഇടയാക്കിയത്, അല്ലേ? കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഓർക്കാനായിട്ടിടയായി. ജോലിക്ക് വേണ്ടി പോയി, പ്രിയമുള്ളവരെ, പഠനത്തിനു വേണ്ടി പോയി, വീട് വിട്ടു, മാതാപിതാക്കളെ വിട്ട് ദൂര സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എത്ര പേർക്ക് അതൊരു വിശ്വാസമായി തോന്നുന്നുണ്ട്? ഇത്ര ഉറപ്പല്ലേ വചനം തരുന്നേ? ഉറപ്പാണ്. ഈ കാര്യം ചെയ്താൽ ദൈവം കൂടെ ഇരിക്കും. ഇരിക്കാൻ സാധ്യതയുണ്ടെന്നോ ഇരുന്നേക്കുമെന്നൊന്നും അല്ല, ഇരിക്കും. ദൈവം കൂടെ ഉണ്ടാകും. അപ്പോ അതിന്റെ ഒരു 11-ന്റെ ആദ്യ ഭാഗം സന്തോഷിക്കണമെന്ന കാര്യം ചിന്തിച്ചു. ഇന്നത് ചിന്തിക്കാനായിട്ട് ഇപ്പോ സമയമെടുക്കുന്നില്ല. പ്രിയമുള്ളവരെ, സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ
സന്തോഷിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പോ സന്തോഷിക്കുക എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകതയൊന്നുമില്ല. കാരണം അത് ലോക മനുഷ്യരൊക്കെ ചെയ്യുന്ന കാര്യമാണ്. സന്തോഷിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? സന്തോഷിക്കാൻ ഒരു വകയും കാണാതിരിക്കുമ്പോഴും സകലതും നമ്മുടെ മുമ്പിൽ പ്രതികൂലമായിരിക്കുമ്പോഴും ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ഞാൻ ആ ദൈവത്തിന്റെ പൈതലാണെന്നും തിരിച്ചറിയുമ്പോ, ഞാൻ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാണെന്ന് തിരിച്ചറിയുമ്പോ, ദൈവം എന്റെ ഉടയവനാണ്, എന്റെ ഉടമസ്ഥനാണ്, അവിടുന്ന് എന്റെ കർത്താവാണ്, അവിടുന്നാണ് സകലതും നിയന്ത്രിക്കുന്നത് എന്നുള്ള സത്യം തിരിച്ചറിയുമ്പോ, പ്രിയമുള്ളവരെ, ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് കാരാഗ്രഹത്തിന്റെ ഇടുങ്ങിയ മുറിയിൽ പ്രിയമുള്ളവരെ പൗലോസ് അപ്പോസ്തലൻ കിടക്കുമ്പോ, പ്രിയമുള്ളവരെ, ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് നിവർന്നു നിൽക്കാൻ പോലും കഴിയാതെ കുനിഞ്ഞു നിൽക്കേണ്ടി വരുന്ന അത്രയും ഇടുക്കമുള്ള മുറിയിലാണ് ആര് കിടക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ കിടക്കുന്നത്. ജയിലിൽ കിടക്കും, തടവറയിൽ കിടക്കുന്നു. അവിടെ കിടന്നുകൊണ്ട് എഴുതി, നിങ്ങൾ കർത്താവിൽ എന്ത് ചെയ്യണമെന്ന്? സന്തോഷിക്കണമെന്ന്. പ്രിയമുള്ളവരെ, കാരണം ഈ തടവറയും ഈ ഞെരുക്കവും ഇതൊക്കെ അല്പകാലത്തേക്ക് മാത്രമുള്ളതാണ്. പ്രിയമുള്ളവരെ, അല്പനേരത്തേക്കുള്ള ലഘുവായിരിക്കുന്ന ഈ കഷ്ടങ്ങളൊക്കെ അനവധിയായിരിക്കുന്ന തേജസ്സിന്റെ നിത്യഗനം പ്രാപിപ്പാൻ ഇടയാകുമെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് സന്തോഷിക്കുന്നത്. ഈ തിരിച്ചറിവില്ലാത്തവർ നിരാശരായിരിക്കും, വാടിയ മുഖത്തോടെയായിരിക്കും. അവർക്ക് സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ പ്രകാരം എന്തെങ്കിലുമൊക്കെ കണ്ടേ പറ്റുകയുള്ളൂ. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ലോകപ്രകാരം ഒന്നും കാണാനില്ലെങ്കിലും കർത്താവിനെ കണ്ടെന്ത് ചെയ്യും? ഒന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ ഒന്നുമില്ല, ഇല്ലേ? എല്ലാം പൗലോസ് എന്താ കാണുന്നത്? നോക്കിയാൽ ഇടുങ്ങിയ 4 ചുവരിന്റെ ഉള്ളിൽ താൻ കിടക്കുകയാണ്. എന്തുകൊണ്ട്? എന്ത് കുറ്റം ചെയ്തിട്ടാണ്? സുവിശേഷം പറഞ്ഞിട്ട്, യേശുവിനെ പ്രസംഗിച്ചിട്ട്. വേണമെങ്കിൽ ചിന്തിക്കാലോ, ഞാൻ ഇങ്ങനെ കർത്താവിനെ സാക്ഷിച്ചിട്ട് ഈ ജയിലിൽ വരാതെയൊക്കെ നോക്കാൻ കർത്താവിന് കഴിയുമായിരുന്നില്ലേ? ഞാൻ പ്രസംഗിച്ചത് സത്യമാണോ? ഇനി യേശു എന്നുള്ളത് ഒരു സത്യമാണോ? അതൊരു മിഥ്യയാണോ? ഞാനൊരു മൂഢസ്വർഗത്തിലാണോ, യാഥാർത്ഥ്യത്തെയാണോ പിൻപറ്റുന്നത്? സംശയിക്കാനൊക്കെ ഒത്തിരി സാധ്യതയുണ്ട്. പക്ഷെ പൗലോസിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാനൊരു മൂഢസ്വർഗത്തിലല്ല, ഞാൻ അറിഞ്ഞത് യാഥാർത്ഥ്യമാണ്, യേശു ജീവിക്കുന്ന സത്യമാണ്. അവിടെ നിന്നാണ് വാഴുന്നത്. അവിടെ നിന്നറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവിൽ സന്തോഷിക്കുക. ദൈവമക്കളെ, ഇത് തിരിച്ചറിയാൻ നമുക്ക് എപ്പോഴും കഴിയണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതെന്താകുന്നു? നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്താണ്? സഭയോട് പറയുകയാണ്, നിങ്ങൾ യഥാസ്ഥാനപ്പെടണം. ദൈവം നമ്മോട് കൂടെ ഇരിക്കുവാൻ എന്താവശ്യമാണ്? ഒരു യഥാസ്ഥാപനം ആവശ്യമാണ്. 1 കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം 13:8 വാക്യത്തിൽ പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. 13:9 വായിക്കാമോ? 2 കൊരിന്ത്യർ 13:9. ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങളുടെ യഥാസ്ഥാനത്വത്തിനായി തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ യഥാസ്ഥാനത്വത്തിനായി തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവമക്കൾക്ക് ഒരു യഥാസ്ഥാപനം ആവശ്യമാണ്. ഒരു യഥാസ്ഥാപനം ആവശ്യമാണ്. അപ്പോ ഈ വിഷയത്തെ നമുക്ക് കുറച്ചുകൂടെ ഗൗരവത്തോടെ കാണാൻ പറ്റുന്നത് എഫേസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായം, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വേദവാക്യങ്ങളാണ്. എഫേസ്യ ലേഖനം 4:12 നമുക്ക് അധികം വിശദീകരിക്കാൻ സമയം കിട്ടുകയില്ല. നിങ്ങൾ ആ വചനം ശരിക്കും കുറിച്ചു വെക്കുകയും വീണ്ടും അത് വായിക്കുകയും ചെയ്യണം. 4:12 വായിക്കാമോ? അത് നാം എല്ലാവരും വിശ്വാസത്തിലും 11 കൂടെ ചേർത്ത് വായിക്കാം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. മതി. 4:11 നാം വായിച്ചു, ദൈവം ചിലരെ നിയമിച്ചു സഭയിൽ. ആരൊക്കെയാണ് നിയമിച്ചിരിക്കുന്നത്?
അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്നിങ്ങനെ 5 വിധ ശുശ്രൂഷകന്മാരെ സഭയ്ക്ക് കർത്താവ് നിയമിച്ചു. അപ്പൊ നമ്മൾ ഓർക്കണം, ഒരു ശുശ്രൂഷകൻ ദൈവസഭയിൽ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ആ ശുശ്രൂഷകനെ ആരാണ് നിയമിച്ചിരിക്കുന്നത്? കർത്താവാണ് നിയമിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇനി ആ ശുശ്രൂഷകന്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. അതെന്താണെന്നറിയാമോ? സഭയിലുള്ള എല്ലാ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ കണക്ക് പറയേണ്ടവരാണ്. അതുകൊണ്ട് സഭയുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി ഒരു ശുശ്രൂഷകൻ ഏതൊക്കെ കാര്യത്തിലാണ് വേണ്ടതെന്ന് പഠിക്കണം. എന്തിനാ യഥാസ്ഥാപനപ്പെടുന്നത്? എന്തിനാ യഥാസ്ഥാപനപ്പെട്ടാലത്തെ ഗുണം എന്താ? സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം എന്നൊരു കൂടെ ഉണ്ടായിരിക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. എന്താ ഉറപ്പ്? തിരുവെഴുത്ത് പറയുന്നു, ആകാശഭൂമികൾ മാറിപ്പോയാലും മാറ്റം വരാത്ത വചനം പറയുന്നു, ദൈവം കൂടെ ഇരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇപ്പൊ പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ യഥാസ്ഥാപനത്തിന്റെ കാര്യം പറയുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് വിശ്വാസത്തിന്റെ കാര്യമാണ്. വിശ്വാസത്തിൽ ഒരു യഥാസ്ഥാപനം. നമ്മളെ 2 കൊരിന്ത്യർ ലേഖനം 13:5 വായിക്കുമ്പോ അവിടെ പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുന്ന, കൊരിന്ത്യ സഭയോട് പറയുന്ന ഒരു വാക്ക് നമുക്ക് പരിചയമുള്ളതാണ്. ഒന്നുകൂടെ വായിക്കാമോ? നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? അങ്ങനെ സഭയോട് ചോദിക്കാൻ കാരണം എന്താണ്? വായിച്ചാളെന്ന് പറഞ്ഞ് നമുക്ക് വിശ്വാസം ഉണ്ടോ നമ്മള് സ്വയം ഈ കൊരിന്ത്യരോട് ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്നാന്നറിയാമോ? അപ്പോഴാണ് നമ്മൾ കൊരിന്ത്യ ലേഖനം മൊത്തം വായിച്ചതിന്റെ ഒരു ചിത്രം മനസ്സിലേക്ക് വരുന്നത്. കൊരിന്ത്യ ലേഖനം മൊത്തം വായിച്ചു വന്നപ്പോൾ അതിൽ നിന്ന് ലഭിച്ച ചിത്രം എന്തൊക്കെയാണ്? 12-ാം അധ്യായത്തിന്റെ 20 മുതലൊക്കെ വായിക്കുമ്പോ പൗലോസ് പറയുന്ന വാക്ക് കണ്ടോ? 2 കൊരിന്ത്യർ 12:20, ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്നും പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഈർഷ്ണി, കുശുകുശുപ്പ്, നിഗളം, കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും. ഇങ്ങനെയൊക്കെ പൗലോസ് ഭയപ്പെടുവാണ് ഇപ്പോ. കാരണം അതിന്റെ പുറയിലേക്കുള്ള കാര്യങ്ങളൊക്കെ വായിച്ചാൽ അതൊക്കെ കാണുന്നേ അല്ലേ? 1-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ എന്തുണ്ട്? ഭിന്നപക്ഷങ്ങളുണ്ട്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറഞ്ഞു നിങ്ങൾ ഇപ്പോഴും ശിശുക്കളാണ്, സാധാരണ മനുഷ്യരാണ്, നിങ്ങൾക്ക് കട്ടിയുള്ള ആഹാരം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അല്ലെ? കാരണം നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെയുണ്ട്? ഈർഷ്യയും പിണക്കവും ഒക്കെ നിലനിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഈ കാര്യത്തിന്റെ വിശദീകരണം പിന്നെയും കാണാനായിട്ട് പറ്റുന്നുണ്ട്. 5-ാം അധ്യായത്തിലൊക്കെയാണ് ദുർനടപ്പുകാരനെ കുറിച്ച് പറയുന്നത്. പ്രിയമുള്ളവരെ, 6-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോ നിങ്ങളുടെ ഇടയിൽ കാര്യം തീർക്കാൻ കഴിയുന്ന ഒരു ജ്ഞാനിയും ഇല്ലേന്ന് ചോദിക്കുന്നേ. കാരണം കോടതിയും കേസും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു കൂട്ടത്തെയാണ് കാണുന്നത്. അങ്ങനെ വായിച്ചു വന്ന് നമ്മള് 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോ തിരുവത്താഴത്തെ കുറിച്ച് പറയുന്ന വാക്ക് എന്നാന്നറിയാമോ? നിങ്ങൾ കൂടി വരുന്നത് കൊണ്ട് നന്മ അല്ല വരുന്നത്, പിന്നെന്താണ്? തിന്മയാണ്. കാരണം ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ മറച്ചു വെച്ച് നിങ്ങൾ കർത്താവിന്റെ മേശയിൽ എന്ത് ചെയ്യുന്നു? പങ്കെടുക്കുന്നു. അതുകൊണ്ടാണ് പലരും രോഗികളാകുന്നു എന്നൊക്കെ പൗലോസ് പറയുന്നു. പ്രിയമുള്ളവരെ, 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നു നിങ്ങൾ എന്തൊക്കെ കൃപാവരങ്ങൾ കാണിച്ചാലും സ്നേഹമില്ലെങ്കിൽ എന്താണ്? ഒന്നുമില്ലെന്ന് അവരോട് പറയേണ്ടി വന്നു അല്ലേ? എന്നിട്ട് 14-ാം അധ്യായത്തിലൊക്കെ കൃപാവരങ്ങളുടെ ആ വെളിപ്പാടിനെ കുറിച്ചൊക്കെ അതിന്റെ ഉപയോഗത്തെ കുറിച്ചൊക്കെ പഠിപ്പിക്കുകയാണ്. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഒക്കെ കാതലായ ഒരു വിഷയം എന്നാന്നറിയാമോ? പ്രിയമുള്ളവരെ, മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന കാര്യം അങ്ങ് തെളിയിക്കുകയാണ്. തെളിയിക്കാൻ കാരണം എന്നാന്നറിയാമോ? ഒരു വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. 1 കൊരിന്ത്യ ലേഖനം 15:12 വാക്യം. 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം 12 വാക്യം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? 1-ാം നൂറ്റാണ്ടിൽ പൗലോസ് അപ്പോസ്തലനൊക്കെ ശുശ്രൂഷിക്കുന്ന ഇത്രയും വെളിപ്പാടോടെ വചനം പറയുന്ന സഭയിൽ ഒരു കൂട്ടം ആളുകള് ഇപ്പോഴും എന്താ പറയുന്നേ?
മരിച്ചവരുടെ പുനരുദ്ധാനം ഒന്നും ഇല്ല. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അല്ലെ, ഈ ആയുസ്സിൽ മാത്രം കർത്താവിൽ ആശ്രയിക്കണം. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണം. നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ ദൈവത്തെ ആശ്രയിക്കണം. അല്ലാതെ ഇതിനപ്പുറമായിട്ടൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ പൗലോസ് അതുകൊണ്ട് അവരോട് തെളിയിച്ചു, സഹോദരന്മാരെ, മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വെറുതെയല്ലേ. ക്രിസ്തു മരിച്ച് ഉയർത്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ വിശ്വാസത്തിന് എന്താണ് ആധാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മരിച്ചവരുടെ പുനരുത്ഥാനത്തിന്റെ വിഷയം അങ്ങ് തെളിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം അവരോട് പറയുന്ന വാക്കെന്നറിയാമോ? നിങ്ങളെ ഒരു കാര്യം ചെയ്യണം, വിശ്വാസത്തിൽ തന്നെ ആണോന്ന് എന്ത് ചെയ്യണം? പരിശോധിക്കണമെന്ന്. കാരണം വിശ്വാസത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പിണങ്ങിയിരിക്കാൻ പറ്റുക? വിഷയം മനസ്സിലായോ? വിശ്വാസത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അയോഗ്യമായിട്ട് കത്രമേശ എടുക്കാൻ പറ്റുക? വിശ്വാസത്തിലാണെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ എപ്പോഴും കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? ആ നല്ലൊരു പുനരുത്ഥാനത്തിന് വേണ്ടിയല്ലേ. മരണം എപ്പോ വേണമെങ്കിലും ജീവിതത്തിൽ കടന്നു വരാം. അതുകൊണ്ട് ഈ നാളെ ക്രമീകരണം വരുത്താം, മറ്റന്നാൾ വരാം എന്നൊക്കെ എങ്ങനെ ചിന്തിക്കാൻ പറ്റും? കർത്താവിന്റെ വരവിന്റെ സമയം നമുക്ക് അറിയില്ല, മരണത്തിന്റെ സമയം അറിയില്ല. അതുകൊണ്ട് നമ്മെ തന്നെ ഒരുക്കേണ്ടതിന്റെ ആവശ്യകത എത്ര വലുതാണ്. അതുകൊണ്ട് ഓരോ ദിവസവും ആത്മീകമായ പുതുക്കം പ്രാപിക്കാനുള്ള ഉത്സാഹം ഉണ്ടാകും പ്രിയമുള്ളവരെ. പക്ഷേ ചിലരിൽ, അതിൽ എല്ലാവരും അല്ല കേട്ടോ, അത് പ്രത്യേകം ഓർക്കണം. നിങ്ങളിൽ ചിലർ എന്നൊക്കെ വാക്ക് പൗലോസ് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഒരു കൂട്ടം ആളുകൾ ആത്മീകമായി വളരുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ആത്മീകമായിട്ട് എന്ത് ചെയ്യുന്നു? അധപ്പതിക്കുന്നു. അവരോട് പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പരീക്ഷിക്കണം. നിങ്ങളെ തന്നെ നിങ്ങൾ ശോധന ചെയ്യണം. അപ്പൊ യഥാസ്ഥാപനം ആദ്യം വേണ്ട കാര്യം ഏത് വിഷയത്തിലാണ്? വിശ്വാസത്തിലാണ്. യഥാർത്ഥ വിശ്വാസമാണെങ്കിൽ ആ വിശ്വാസത്തിന് ഒരു പ്രവൃത്തി ഉണ്ടാകും. നമ്മൾ എപ്പോഴും ആ കാര്യം ഓർക്കണം. നമ്മൾ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ? വിശ്വാസം യഥാർത്ഥമായി അകത്തുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന് എന്തുണ്ടാകും? പ്രവൃത്തി ഉണ്ടാകും. യാക്കോബിന്റെ ലേഖനത്തിൽ അതാണ് യാക്കോബ് ശ്ലീഹ തെളിയിക്കുന്ന കാര്യം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുകളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? അല്ലേ, സഭയോടുള്ളൊരു ചോദ്യം കണ്ടോ? വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമാണെന്ന് ഗ്രഹിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? അപ്പൊ ചോദ്യം നമ്മുടെ നേരെയാണ്. അതിന്റെ കാരണം എന്താണ്? വിശ്വാസം ഉണ്ടെങ്കിൽ എന്തുണ്ടാകും? പ്രവൃത്തി ഉണ്ടാകും. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചു പറയുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണേ. നമ്മൾ പ്രവൃത്തി ചെയ്ത് വിശ്വാസം തെളിയിക്കുകയല്ല. അങ്ങനെ ചെയ്യാൻ ആർക്കും കഴിയില്ല. പക്ഷെ മനസ്സിലായി? നമ്മൾ നല്ലത് പ്രവർത്തിച്ച് വിശ്വാസം തെളിയിക്കുകയല്ല ചെയ്യുമോ? നിറവേറില്ല. അപ്പൊ അബ്രഹാം വിശ്വസിച്ചെന്നറിയാമോ? പിന്നെ താഴോട്ട് വായിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും ഞാൻ ഈ മകനെ യാഗം കഴിച്ചാൽ ആ ചാരത്തിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. അവനെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവം ചെയ്ത വാഗ്ദത്തം നിവർത്തിപ്പാൻ ദൈവം ആരാണ്? ദൈവം ശക്തനാണെന്ന് ഉറച്ചു വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ കർത്താവ് നമുക്ക് തന്നൊരു വാഗ്ദത്തം എന്താണ്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുന്നു. സ്ഥലമൊരുക്കി കഴിയുമ്പോ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് വീണ്ടും നിങ്ങളെ ഞാൻ എന്റെ അടുക്കൽ ചേർക്കാം എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് പോയിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് വരാതിരിക്കുവോ? കർത്താവ് വരുവോ ഇല്ലയോ? വരും. എന്തിനാ വരുന്നേ? നമ്മളെ ചേർക്കാൻ. ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ട്. ഇതാ ചോദിക്കുന്നേ. നിങ്ങളുടെ ഇടയിൽ കൊരിന്ത്യരോട് ചോദിക്കുന്ന ചോദ്യം കേട്ടോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കോ ഇരിക്കെ നിങ്ങൾ ഇപ്പോഴും ജഡീകരും പിന്നെ ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമാണ്. ഇതാണോ വിശ്വാസത്തിന്റെ പ്രവൃത്തി? കർത്താവ് വരുമെന്നും കർത്താവിന്റെ രാജ്യത്തിൽ പോകുമെന്നും അകത്തുറപ്പുണ്ടെങ്കിൽ എങ്ങനെ പിണങ്ങിയിരിക്കാൻ പറ്റും? എങ്ങനെ കൈപ്പോടെ പെരുമാറാൻ പറ്റും? എങ്ങനെ പാപത്തിൽ തുടരാൻ പറ്റും? വിഷയം മനസ്സിലായോ? അബ്രഹാം വിശ്വസിച്ചു. ആ വിശ്വാസം എന്തായി തീർന്നു? പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ടു. ദൈവമക്കളെ, അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു. നിന്റെ മകൻ ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവനാണ് നിന്റെ സന്തതി.
ഈ വാഗ്ദത്തം നിലനിൽക്കുമ്പോഴാണ് അബ്രഹാമിന്റെ ദൈവം എന്ത് ചെയ്യുന്നത്? പരീക്ഷിക്കുന്നത്. ആ വാക്ക് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ വാഗ്ദത്തം നിലനിൽക്കുമ്പോഴാണ് ദൈവം പറയുന്നത്, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ നീ എന്ത് ചെയ്യണം? യാഗം കഴിക്കണം. അപ്പൊ ഈ വാഗ്ദത്തം നിലനിൽക്കുന്നതുകൊണ്ട് അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ലേ? നമ്മൾ ചിന്തിക്കുമ്പോഴേ അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ഇസഹാക്കിനെയും കൊണ്ട് പോയി എന്നൊക്കെ പറയുമ്പോ നമുക്ക് അത്ഭുതം തോന്നുമല്ലേ? ഇതെങ്ങനെ സാധിക്കുന്നു? ഒരപ്പൻ ഇതെങ്ങനെ സാധിക്കും? അല്ലേ? ഈ മകനെയും കൊണ്ട് പോകുമ്പോ അബ്രഹാമിന്റെ ഉള്ളിൽ എന്നാ കത്തിക്കൊണ്ടിരിക്കുന്നേ? എന്റെ ദൈവം ബോഷ്ക്ക് പറയുന്ന ദൈവമല്ല. ഇവിടെ ബോഷ്ക്ക് പറയുന്ന ദൈവമല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അനുസരിക്കാൻ ബുദ്ധിമുട്ടണോ? അതാ കാര്യം. ആ വിശ്വാസം അനുസരണമായിട്ട് എന്ത് ചെയ്തു? വെളിപ്പെടുന്നു. അപ്പൊ അനുസരണം വെളിപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ കാര്യം എന്താണ്? എന്തില്ല? വിശ്വാസമില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അല്ലെ? അനേകരുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു. വിശ്വാസമില്ലാതെ വിശ്വാസ ജീവിതത്തിലാണെന്ന് ചിന്തിക്കുന്നു. ദൈവമക്കളെ, നമുക്ക് ഈ അബദ്ധം പറ്റരുത്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. നമുക്കൊരു യഥാസ്ഥാപനം ആവശ്യമാണ്. ഏത് കാര്യത്തിലാണ്? വിശ്വാസം എന്ന വിഷയത്തിൽ യഥാസ്ഥാപനം ദൈവജനത്തിന് എപ്പോഴും ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഇനി വിശ്വാസം, ദൈവത്തിന്റെ വാഗ്ദത്വത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ, കർത്താവ് തന്ന ഈ ലോക ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരു വാഗ്ദത്വമല്ലേ, നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഭാരപ്പെടണ്ടെന്ന് കർത്താവിന്റെ വാഗ്ദത്വം അല്ലേ? അല്ലേ? അങ്ങനെ വാഗ്ദത്വം ലഭിച്ചവന്റെ മുമ്പിൽ ഇപ്പൊ ഒന്നുമില്ല. ജീവിക്കാൻ വഴിയില്ല, ജോലിയില്ല, ബുദ്ധിമുട്ടുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ അത് കണ്ട് നെടുവീർപ്പിടുകയും അവിശ്വാസിയായി പോവുകയും ചെയ്യേണ്ട കാര്യമുണ്ടോ? അബ്രഹാം ചെയ്തതുപോലെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്റെ ആവശ്യം അറിയുന്ന ഒരു പിതാവുണ്ട്, എന്റെ തലമുറയുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്, എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. കർത്താവ് പറഞ്ഞു, സ്വർഗീയ പിതാവ് നിങ്ങളുടെ ആവശ്യം അറിയുന്നു. അല്ലേ? ആത്മീക ജീവിതത്തിൽ വാഗ്ദത്വം നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ ദൈവം വാഗ്ദത്വമായി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തല്ലോ, നിന്റെ ഹൃദയം നിന്റെ സന്തതിയുടെ ഹൃദയമൊക്കെ പരിച്ഛേദന ചെയ്യും, കല്ലായുള്ള ഹൃദയത്തെ മാറ്റി മാംസമായൊരു ഹൃദയം തരും. എന്തിനു വേണ്ടിയാണ്? നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ. ദൈവത്തിന് അറിയാം, ദൈവത്തെ സ്നേഹിക്കാൻ നമുക്കൊരു പുതിയ ഹൃദയം ആവശ്യമാണ്. അത് തരാമെന്ന് ദൈവം വാക്ക് തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ എന്ത് ചെയ്യണം? നാം വിശ്വസിക്കണം എന്ന വിശ്വാസമാണ് അനുസരണമായിട്ട് വെളിപ്പെടുന്നത്, പ്രവൃത്തിയായിട്ട് വെളിപ്പെടുന്നത്. അപ്പോ ഇനി വിശ്വാസം പ്രവൃത്തി വെളിപ്പെടുന്നില്ലെങ്കിൽ, അതാണ് യാക്കോബ് 2:19 നമ്മൾ വായിച്ചത്. എന്താ വായിച്ചത്? ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ കാര്യം ഒന്നുകൂടെ ഗൗരവത്തോടെ ഓർത്ത് നോക്കിക്കേ. പിശാച് എന്ത് ചെയ്യുന്നുണ്ട്? എന്ത് വിശ്വസിക്കുന്നുണ്ട്? ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഈ വിശ്വസിക്കുന്ന പിശാചിന് എന്തിനാണ് വിറയ്ക്കുന്നത്? ഭയപ്പെട്ടിട്ടാണല്ലോ ഈ വിറയ്ക്കുന്നത്. പിശാച് എന്തിനാണ് ദൈവത്തെ ഭയപ്പെടുന്നത്? ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നും എന്റെ തെറ്റിനെ ദൈവം എന്ത് ചെയ്യും? ശിക്ഷിക്കുമെന്നും, ഒരു ദിവസം ഞങ്ങളെ എല്ലാം കൂട്ടിക്കെട്ടി എവിടേക്ക് ഇടും? തീ നരകത്തിലേക്ക് ഇടുമെന്നും അതിന് അധികാരമുള്ളവനാണ് ദൈവം എന്ന് ആർക്കറിയാം? അതല്ലേ പേടിക്കാൻ കാരണം? അല്ലേ? പിശാചിനോട് ചോദിക്കും, പിശാചേ, ഇത്രയും കാര്യം അറിഞ്ഞിട്ട് പിന്നെ എന്താ നീ ഇങ്ങനെ ഈ കുരുത്തക്കേട് തന്നെ ചെയ്യുന്നേ? നീ കുരുത്തക്കേടുന്ന പിന്നെ ഇത്രയും കാര്യം അറിയും, നിനക്ക് എന്ത് ചെയ്യാം? നിനക്ക് ഈ കുരുത്തക്കേടൊന്ന് വിടാൻ മേലേ? നിനക്ക് നന്നായി ജീവിക്കാൻ മേലേ? അല്ലേ? അപ്പൊ ദൈവം ഏകനാണെന്നും പാപത്തെ ശിക്ഷിക്കുമെന്നും അറിഞ്ഞിട്ടും പാപത്തിൽ തുടരുന്നത് പോലെയാണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തിന്റെ ഉടമയെന്നാണ് ഈ പറയുന്നത്. ആശയം മനസ്സിലായോ? അപ്പോ ദൈവം എന്റെ പാപത്തിന് ശിക്ഷ തരും എന്ന് ഞാൻ ചിന്തിച്ചാൽ പാപം ജീവിതത്തിലേക്ക് തുടരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തെ അങ്ങ് ആശ്രയിക്കും. ദൈവത്തെ ആശ്രയിക്കുമ്പോഴാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഈ ആഴ്ചയിലൊക്കെ ഞാൻ വീണ്ടും വീണ്ടും ചിന്തിച്ചു. ഏത് കാര്യം എന്നറിയാമോ? ആ ഹൃദയം പരിച്ഛേദന ചെയ്യുന്ന
കാര്യം. ദൈവം പരിച്ഛേദന ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ കർത്താവെ എനിക്കൊരു പുതിയ ഹൃദയം വേണമെന്ന്, ഈ പുതിയ ഹൃദയത്തിൽ നിന്നാണ് ഒരു നന്മ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഈ ഹൃദയത്തിൽ ആത്മാവിനെ തന്ന് ആത്മാവിനെ നിറച്ച് നമുക്കൊരു പുതിയ സൃഷ്ടിയുടെ അനുഭവം തരാൻ ദൈവത്തിന് കഴിയും. അതിനുവേണ്ടി ദൈവത്തെ തന്നെ നമ്മൾ ആശ്രയിക്കുകയാണ്. അപ്രകാരം ഒരു ജീവിതം പോകട്ടെ. ഇപ്പൊ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. പ്രിയമുള്ളവരെ, രണ്ടാമത് യഥാസ്ഥാപനം, ഞാൻ അതുകൂടെ പറഞ്ഞപ്പോ ഇന്ന് നിർത്താം, തിരുവത്താഴ ശുശ്രൂഷ കൂടെ ഉണ്ടല്ലോ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? എഫേസ്യ ലേഖനത്തിൽ വായിച്ചത് ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത. ആ വാക്ക് ശ്രദ്ധിക്കണേ. ഐക്യത എങ്ങനെയാണ് വരുന്നത്? ദൈവസഭയിൽ ഐക്യത വരുന്നത് എങ്ങനെയാണ്? വ്യത്യസ്ത കുടുംബങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളുള്ള മനോഭാവമുള്ള ആളുകൾ അല്ലേ? പ്രിയമുള്ള, നമ്മളൊക്കെ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ? നിശ്ചയമായിട്ടും അല്ലേ? ഒരു നല്ല ദൈവഭക്തരായ മാതാപിതാക്കൾ, നല്ല കുടുംബാന്തരീക്ഷം, അങ്ങനെയൊക്കെ ജനിച്ചു വളർന്ന ആ മക്കളെ സംബന്ധിച്ച് അവർ കുറച്ചുകൂടെ എന്തായിരിക്കും? നല്ലവരാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലേ? കാരണം ആ മാതാപിതാക്കളെ ആ സാഹചര്യം ആ വളർന്ന കുഞ്ഞിനെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ കുടുംബം ആകെ തകർന്നതാണ്. മദ്യപാനിയായ പിതാവ്, വഴക്കുണ്ടാക്കുന്ന കുടുംബാന്തരീക്ഷം, തകർച്ച. ഇങ്ങനെ വളർന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് നല്ലവരാകുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പൊ പ്രിയമുള്ളവരെ ഓർക്കണേ, ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ എന്തുണ്ടാക്കുന്നു? വ്യത്യസ്തരാണെങ്കിൽ ഈ വ്യത്യസ്തരായ ആളുകളല്ലേ എവിടെയുള്ളത്? സഭയിലുള്ളത്. രക്ഷിക്കപ്പെട്ടത് ശരിയാണെങ്കിലും ഇങ്ങനെ വ്യത്യസ്ത പശ്ചാത്തലത്തിൽ ജനിച്ചു വന്ന ആളുകളാ സഭയ്ക്കകത്തുള്ളത്. ഇനി സഭയിൽ വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ഐക്യത വരുന്നത്? ആ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കുമ്പോഴാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കുമ്പോഴാണ് നമുക്ക് എൻ്റെ സഹോദരിയാണ്, ഇതെൻ്റെ സഹോദരനാണ്, ആ സഹോദരനെ സഹോദരനായി കാണാനും അവൻ്റെ കുറവുകളെ മനസ്സിലാക്കാനും അവന് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രിയമുള്ളവരെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒക്കെ ഇടയാകുന്നത്, ഐക്യത കൊണ്ടുവരാൻ പറ്റുന്നത്, കുടുംബത്തിൽ ഐക്യത കൊണ്ടുവരാൻ. വീഴ്ചയുണ്ടെന്നേ, കുറവുകളുണ്ട് പ്രിയമുള്ളവരെ. ഞാൻ ഒരാളുടെ നേരെ കുറവുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം കുറവുകളുണ്ട് പ്രിയമുള്ളവരെ. ഇതിനെയൊക്കെ പരസ്പരം കണ്ട് സ്നേഹിക്കാനും ഐക്യപ്പെടാനും ഒക്കെ കഴിയുന്നത് ഈ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം വരുമ്പോഴാണ്. നമുക്കതിനെ തെളിവായിട്ടൊരു വാക്യം വായിക്കാൻ പറ്റുന്നത് ഫിലിപ്പ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഫിലിപ്പ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്നെണ്ണുന്നു. ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം എന്ത് ചെയ്യുകയാണ്? ഇപ്പോഴും എല്ലാം ഒന്ന് പറഞ്ഞേ, നിങ്ങൾ പുറകിലിരിക്കുന്നവരൊന്ന് പറഞ്ഞേ. കർത്താവിനെ കൂടുതൽ അറിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? അറിയുന്തോറും സംഭവിക്കുന്നത് എന്താ? ലാഭമായിരുന്നതൊക്കെ ഛേദമെന്ന് എന്ത് ചെയ്യുന്നു? എണ്ണുന്നു അല്ലേ? നമുക്ക് കുറച്ചുകൂടെ ലളിതമാക്കി എങ്ങനെ പറയാൻ പറ്റുന്നത്? ഇപ്പോ ഞാൻ തിമോത്തി സഹോദരൻ പറഞ്ഞ ഒരു സാക്ഷ്യവാക്യം എടുക്കുകയാണ്. ഞായറാഴ്ച പണിയില്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണമെന്ന് അല്ലേ? ഇനി അപ്പൊ പ്രിയമുള്ളക്കാരൻ, ഞായറാഴ്ച പണിക്ക് വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റില്ല, പണിയില്ലാതിരിക്കാൻ പ്രാർത്ഥിക്കണം. അപ്പൊ ഞായറാഴ്ച പണി കിട്ടിയാൽ ലാഭമല്ലേ? ചിലപ്പോ പണി കിട്ടിയാൽ എല്ലാ ദിവസത്തെക്കാൾ കൂടുതൽ ചിലപ്പോ വരുമാനം കിട്ടാനും സാധ്യതയുണ്ട് അല്ലേ? അപ്പോ പ്രിയമുള്ളവരെ, ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം അധികമായിട്ട് വരുമ്പോ ഈ കാര്യങ്ങൾ, ഇനിയിപ്പോ 10,000 എനിക്ക് ലാഭം കിട്ടിയാലും ഇത് നഷ്ടപ്പെടാൻ എത്ര സമയം വേണം? എത്ര സമയം വേണം? ഇപ്പൊ എനിക്ക് 10,000 ഇന്ന് ലാഭം കിട്ടി ഫ്രെഡി സഹോദര, അത് നഷ്ടപ്പെടാൻ എത്ര സമയം വേണം? ഒരു തുമ്മലും ചുമയും ഒരു ചീറ്റിലും മതിയില്ലേ? പതിവിന് വിട്ട് ഉള്ള ഒരു ചുമയും ഒരു തുമ്മലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓടി ആശുപത്രി പോയി ഒറ്റ ദിവസം കൊണ്ട് എന്ത് ചെയ്യാം? 10,000 20,000 ഒക്കെ പോകും അല്ലേ? അപ്പൊ ചിന്തിക്കുകയാണ്, ദൈവത്തെ കൂടുതൽ അറിയുമ്പോ
ൊക്കെ ഇപ്പോൾ രക്ഷിക്കപ്പെട്ട് വന്നിട്ട് കുറെ കഴിയുമ്പോഴും പിന്നെ ആ പഴയ പാരമ്പര്യം ഇങ്ങനെ അഭിമാനത്തോടെ പറയും, ഞാൻ എന്തൊക്കെയോ വിട്ടേച്ചു പോകുന്നു എന്നൊക്കെ നമുക്കങ്ങ് അറിയാതെ പറഞ്ഞു പോകും അല്ലേ. വാസ്തവത്തിൽ എന്താ വിട്ടേ ഓർത്ത്, കാരണം നേടിയത് ഓർക്കുമ്പോ വിട്ടത് വലുതാണോ? അപ്പോ ഈ വിട്ടതിന്റെ മഹിമ പറയണമെങ്കിൽ അതിന്റെ അർത്ഥം എന്നാന്നറിയാമോ? നേടിയതിനെ കുറിച്ച് ഒരു ചുക്കും ബോധ്യം ഇല്ലെന്ന് ഇപ്പോഴും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ഇവിടെ വന്നപ്പോ കിട്ടിയത് എന്താണെന്ന് ശരിക്കും ബോധ്യം വന്നാൽ നമ്മൾ വിട്ടത് എന്താണ്? വിട്ടത് ചപ്പും ചവറുമാണ്. അപ്പൊ ഈ ചപ്പും ചവറിന്റെ മഹിമ പറഞ്ഞാലോ, ഞാൻ ആരായിരുന്നു അറിയാമോ? ഞാൻ ആരായിരുന്നു? ചപ്പ് ചവറ് അല്ലേ. ഇനി ഞാൻ പണ്ട് യാക്കോക്കാരനായിരുന്നു, ഞാൻ അല്ലെങ്കിൽ പണ്ട് ഇന്നതായിരുന്നു, ഞാൻ പള്ളിയിലെ കൈക്കാരനായിരുന്നു, അല്ലെങ്കിൽ ഇന്നതൊക്കെയാണെന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഇപ്പോഴും അതെന്താണ്? ചപ്പും ചവറൊന്നും അല്ല, അതൊക്കെയാണ് വലുത്. ഇവിടെ വന്നിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. നമ്മുടെ വിശ്വാസ കണ്ണ് എന്ത് ചെയ്യണം അല്ലേ? യഥാസ്ഥാപനം ആവശ്യമാണ്. ഇവിടെ പറയുന്ന മറ്റാർക്കെങ്കിലും ജഡത്തിൽ പ്രശംസിക്കാമെന്ന് തോന്നിയാൽ, നമ്മൾ ഏത് ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വന്നതെന്നറിയാമോ? ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത. പ്രിയമുള്ളവരെ, ആ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം വന്നപ്പോഴാണ് സഭയിലായിരിക്കുന്ന ഓരോ ദൈവമക്കളും അവർ ഏതു നിറത്തിലുള്ളവരാണ്, ഏതു ഭാഷക്കാരാണ്, അതല്ല നോക്കുന്നത്, അവരിലുള്ള ആത്മാവ് എന്താണ് അല്ലേ. എന്നിൽ വസിക്കുന്ന ആത്മാവ് അവരിലും വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു പിതാവിന്റെ മക്കളാണ് അല്ലേ. അതുകൊണ്ട് നഷ്ടപ്പെടുമ്പോ ഉള്ളിൽ വേദനയാണ്. ഒരാള് നഷ്ടപ്പെടുമ്പോ അകത്ത് വേദന. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, മടങ്ങിവരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യഥാസ്ഥാനത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർത്താവേ മാനസാന്തരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മടങ്ങി വരുമ്പോ സന്തോഷത്തോടെ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു അല്ലേ. മടങ്ങി വരുമ്പോ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. പ്രിയമുള്ളവരെ, ധൂർത്തപുത്രൻ അപ്പന്റെ വീട് വിട്ടു പോയിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മനഃപൂർവ്വം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകന്റെ പിന്നാലെ അപ്പം പോയോ? അപ്പൊ നമ്മൾ പറയില്ലേ, ശരി അപ്പം പോണ്ടതല്ലേ അല്ലേ. 100 ആട് ഇല്ല, ഒന്ന് കാണാതെ പോയപ്പോ എന്ത് ചെയ്തു? അതിനെ അന്വേഷിച്ചു പോയി. അത് അബദ്ധത്തിൽ പെട്ടുപോയതാണ് അല്ലേ. പക്ഷെ ഈ മകൻ അങ്ങനാണോ? അല്ല, മനഃപൂർവ്വം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. ഇപ്പൊ പ്രിയമുള്ളവരെ, മനഃപൂർവ്വം പോയത് മടങ്ങി വരാൻ അപ്പൻ എന്ത് ചെയ്യുകയാണ്? കാത്തിരിക്കുകയാണ്. ദൈവസഭയിലും അങ്ങനെ ആട്ടോ. ദൈവമക്കൾ ഓർക്കണം, ചിലതൊക്കെ മനഃപൂർവ്വം വിട്ടുപോകുമ്പോ പ്രിയമുള്ളവരെ കാത്തിരിക്കണം. പ്രാർത്ഥനയോടെ കർത്താവേ നഷ്ടപ്പെട്ടു പോകല്ലേ. നമുക്കൊരു ഉള്ളിൽ വേദന ഉണ്ടാകണം പ്രിയമുള്ളവരെ. കാരണം എന്താണ്? ഈ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത. യേശു മരിച്ചത് എന്റെ സഹോദരന് വേണ്ടിയാണ്. അവരത് തിരിച്ചറിയാതെയാണ് പാപത്തിൽ തുടരുന്നത്. കർത്താവിന്റെ ക്രൂശിനെ അവർ വ്യർത്ഥമാക്കുകയാണ്. പ്രിയമുള്ളവരെ, ചിലര് ക്രൂശിന്റെ ശത്രുക്കളായി ജീവിക്കുകയാണ്. അത് കാണുമ്പോൾ ദൈവമക്കളുടെ ഉള്ളം വേദനിക്കുന്നു. നാം പ്രാർത്ഥിക്കുന്നു മടങ്ങി വരവിന് വേണ്ടി. പൗലോസ്ലീഹ കൊരിന്ത്യ സഭയോട് പറഞ്ഞല്ലോ, നിങ്ങളുടെ യഥാസ്ഥാപനത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ യഥാസ്ഥാനപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവസഭയിലുള്ള ഓരോരുത്തരുടെയും യഥാസ്ഥാപനത്തിന് വേണ്ടി ദൈവത്തിന്റെ ജനം പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത. ദൈവപുത്രനെ കൂടുതൽ അറിയുമ്പോൾ, യേശുവിനെ കൂടുതൽ അറിയും തോറും ആ സഹോദരങ്ങളെ കൂടുതൽ സ്നേഹിക്കാനും അവരോട് ക്ഷമിക്കാനും പ്രിയമുള്ളവരെ കരുതാനൊക്കെയുള്ള മനസ്സ് നമുക്ക് വർദ്ധിച്ചു വരികയാണ്. ദൈവപുത്രനെ കുറിച്ചുള്ള ഈ പരിജ്ഞാനം ലഭിക്കുന്നില്ലെങ്കിൽ നാം ആത്മീകമായി പിന്നെയും പരാജയത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തിരിച്ചറിയണം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ പ്രിയമുള്ളവരെ. ആ വാക്കുകൾ നമുക്ക് ഒന്നുകൂടെ, ഫിലിപ്പിയ ലേഖനത്തിലെ ആ വാക്യം നമുക്കൊന്നുകൂടെ വായിച്ചിട്ട് നമുക്കത് അവസാനിപ്പിക്കാം. 7-8 വാക്യങ്ങൾ വായിച്ചിട്ട് അടുത്ത വാക്യം കൂടെ വായിക്കാമോ? ഫിലിപ്പിയർ 7-8 വായിച്ചിട്ട്, ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നു? എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഒരിക്കൽ എണ്ണി എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും. ഒന്ന് ശ്രദ്ധിച്ച്, ഒരിക്കൽ എണ്ണി ഛേദമെന്ന്. നമ്മളൊക്കെ അങ്ങനെ ഒരിക്കൽ എണ്ണിയതല്ലേ? എന്നാ രക്ഷിക്കപ്പെട്ടപ്പോ അല്ലേ, സമുദായത്തിലായിരുന്നപ്പോ സുവിശേഷം കേട്ടു അല്ലേ ജോയിസവര? കർത്താവിനെ കുറിച്ച് അറിഞ്ഞപ്പോ നമ്മളെ കത്തോലിക്ക പള്ളിയും സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്തു? ചപ്പും ചവറുമായിട്ട് എണ്ണി അല്ലേ? അതിനേക്കാൾ വലുതെന്താണെന്ന് മനസ്സിലാക്കി. ഇനി നാളുകൾ കഴിയുമ്പോ ഈ കർത്താവിനെ കൂടുതൽ അറിയുമ്പോ വിട്ടുപോകുന്നത് വെറും ചപ്പാണെന്ന് കൂടുതൽ ഇപ്പൊ എന്ത് ചെയ്യുകയാണ്? അറിയുകയാണ്.
അതിൽ പുകഴുകയല്ല, അത് അയ്യോ ഈ ചവറൊക്കെ വിട്ടുപോരാൻ എനിക്ക് ഇടയായല്ലോ, അല്ലേ? ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നു? എന്നിട്ട് 9ഉം 10ഉം വാക്യങ്ങൾ കൂടെ വായിച്ച് നമുക്ക് നിർത്താം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും പിന്നെ അവന്റെ കഷ്ടാനുഭവങ്ങളെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും, ശ്രദ്ധിക്കണേ, ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം? ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? മരിച്ചവരുടെ പുനരുദ്ധാനം. വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം? എന്തിനാണ് ഞാൻ ഇതൊക്കെ ഉപേക്ഷിച്ചത്, അല്ലേ? അപ്പൊ ആ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണുന്നു എന്ന് പറയുമ്പോ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ആ പരിജ്ഞാനത്തിലാണ്, ആ പരിജ്ഞാനം ക്രിസ്തുവിനെ കൂടുതൽ അറിയുന്നത് കൊണ്ടാണ് ക്രിസ്തുവിൽ സഹോദരങ്ങളെ. ഒരു വാക്കുകൂടെ നമുക്ക് 2 കൊരിന്ത്യർ ലേഖനത്തിലെ 5:17 വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? 16-17 വാക്യങ്ങൾ കൂടെ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 17. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഒരു നിമിഷം അതിന്റെ മുകളിൽ ഒരു വാക്യം കൂടെ ചേർത്ത് വായിക്കാമോ? ഞാൻ പറയാം. 16 വാക്യം. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ഈ പരിജ്ഞാനം പ്രാപിക്കാതിരിക്കുമ്പോ നമ്മൾ ആളുകളെ എങ്ങനെ അറിയും? ജഡപ്രകാരം അറിയും, അല്ലേ? ഈ പരിജ്ഞാനം പ്രാപിച്ചു കഴിയുമ്പോ പൗലോസ് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോ? ഞങ്ങൾ ഇന്നു മുതൽ ആരെയും എങ്ങനെ അറിയുന്നില്ല? ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ക്രിസ്തു ആരാണ്, അല്ലേ? മറിയത്തിലൂടെ ജനിച്ച ഈശായി പുത്രനായിരിക്കുന്ന ആ ജഡത്തിൽ ജനിച്ച ആ ജനനത്തെ കുറിച്ച് ആ മനുഷ്യൻ എന്ന നിലയിൽ യേശുവിനെ അറിഞ്ഞൊരവസ്ഥ. പക്ഷെ ഇപ്പോ മനസ്സിലായി യേശു ആരാണ്? സാക്ഷാൽ ദൈവപുത്രനാണെന്ന് മനസ്സിലായി, അല്ലേ? ക്രിസ്തുവിനെ ഇപ്പൊ ജഡപ്രകാരം എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. പിന്നെ ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. എന്നിട്ട് പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ അടുത്ത ഇടത്തും വലത്തൊക്കെ ഇരിക്കുന്ന സഹോദരങ്ങളെ നമ്മൾ അറിയുന്നത് ജഡപ്രകാരമല്ല, അല്ലേ? ജഡപ്രകാരമല്ല. പിന്നെ എങ്ങനെ അറിയുന്നു? ക്രിസ്തുവിലാണ് നമ്മൾ അറിയുന്നത്. യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത സഹോദരനാണ് തിമോത്തി സഹോദരൻ, ജോയ് സഹോദരൻ, ഫ്രെഡി സഹോദരൻ. ആരാണ്? ഇന്നടുത്ത് ഇന്നാരുടെ മകൻ ഇന്ന ആയിട്ടല്ല ഞാൻ അറിയുന്നത്. ഞാൻ ആരായിട്ടാണ് അറിയുന്നത്? യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാണ്. എന്നെ വീണ്ടെടുത്ത അതേ രക്തം കൊണ്ടാണ് ഫ്രെഡി സഹോദരനെ ദൈവം വീണ്ടെടുത്തത്. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിമാർ, ഓരോ പ്രിയപ്പെട്ടവർ, ഞാൻ അവരെ ജഡപ്രകാരം അല്ല അറിയുന്നത്. ഞാൻ അവരെ കാണുന്ന ആരിലൂടെയാണ്? ക്രിസ്തുവിലൂടെയാണ്. അങ്ങനെ ആ ഒരു പരിജ്ഞാനം നമ്മുടെ അകത്ത് വരുമ്പോഴാണ് നമുക്ക് സഹോദരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്? സ്നേഹിക്കാൻ പറ്റുന്നത്, ക്ഷമിക്കാൻ പറ്റുന്നത്. പ്രിയമുള്ളവരെ, ഒരു ആത്മാവിന്റെ വില എന്താണെന്ന് നാം തിരിച്ചറിയുന്നു. പ്രിയമുള്ളവരെ, ആ ഒരു അനുഭവത്തിലേക്ക് വരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരു യഥാസ്ഥാപനം ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസത്തിലുള്ള യഥാസ്ഥാപനം ആവശ്യമാണ്. ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഒരു യഥാസ്ഥാപനം ആവശ്യമാണ്. അതിനായിട്ട് ദൈവം നമുക്ക് ഇപ്രകാരമുള്ള ശുശ്രൂഷകളൊക്കെ തരികയാണ്. പ്രിയമുള്ളവരെ, കർത്തൃമേശയിലേക്ക് നാം കടന്നു വരുമ്പോൾ വളരെ ഗൗരവത്തോടെ ഓർക്കണേ. കൊരിന്ത്യ സഭയോട് പറഞ്ഞു, നിങ്ങൾ കൂടി വരുന്നത് കൊണ്ട് നന്മയല്ല ഉണ്ടാകുന്നത്, നിങ്ങൾ കൂടി വരുന്നത് കൊണ്ട് തിന്മയാണ്. കാരണം എന്താണ്?
കാരണം എന്താണ്? നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട്, ഈർഷ്യയുണ്ട്. ദൈവമക്കളെ, നമുക്ക് നമ്മെ തന്നെ ഒന്നുകൂടെ പരിശോധിക്കാം. നമ്മുടെ ഹൃദയത്തിൽ ഇനിയും ആരോടെങ്കിലും ഈർഷ്യയോ ഭിന്നതയോ നിലനിൽക്കുന്നുണ്ടോ? പാപത്തിൽ നാം മനഃപൂർവ്വം തുടരുന്ന അവസ്ഥകളുണ്ടോ? പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലങ്ങളിലെ ഏതെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഇനിയും നാം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുകയാണോ? ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നാം ഈ വിശ്വാസത്തിന്റെ ക്രിസ്തുവിലൂടെ നാം ഒന്ന് നോക്കുക. ആരാണ് എൻ്റെ അടുത്തിരിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത ഒരു ദൈവമകളാണ്, ഒരു ദൈവമകനാണ്. ഞാൻ ഇനി ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ഹല്ലേലൂയ. ഞാൻ അറിയുന്നത് ക്രിസ്തുവിലൂടെയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ആരാണ്? പുതിയ സൃഷ്ടിയാണ്. അവൻ ദൈവത്തിന്റെ മകനാണ്. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനാണ്. ഇനി ആ വ്യക്തിക്ക് ഒരു ആത്മീയ വളർച്ച ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ആത്മീയമായി വളരാൻ കഴിയുമ്പോൾ വളരാൻ കഴിയാതിരിക്കുന്നവരും ഇതിനകത്തുണ്ട്. ദൈവമക്കളെ, നിങ്ങളെ തൊട്ട് ദൈവാത്മാവ് ഇടപെടുകയാണ്. നമുക്കൊരു ആത്മീയ വളർച്ച, ഒരു യഥാസ്ഥാപനം ആവശ്യമാണ്. ഇതെല്ലാം ക്രിസ്തുവിലൂടെ മാത്രമാണ് സാധിക്കുന്നത്. ഇന്ന് ഈ കർത്തൃമേശയിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട, നമുക്ക് വേണ്ടി രക്തം ചിന്തിയ, ക്രൂശിൽ യാഗമായി തീർന്ന അരുമനാഥനെ നാം വീണ്ടും ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്നെ സ്നേഹിച്ച് സ്വർഗം വിട്ട് ലോകത്തിലേക്ക് വന്ന കർത്താവിനെ നാം ഓർക്കുകയാണ്. ഗോതമ്പ് മണി തിരികല്ലിൽ കിടന്ന് പൊടിയുന്നത് പോലെ ദൈവത്തിന്റെ ക്രോധാഗ്നിയിൽ തകർന്ന കർത്താവിനെ നാം കാണുകയാണ്. ഹല്ലേലൂയ. എടുത്തും വലത്തും ക്രൂശിച്ച കള്ളന്മാരെ അവരെ ക്രൂശിക്കുക മാത്രമാണ് ചെയ്തത്. അവർ തെറ്റുകാരാണ്, അവർ ദുഷ്കർമ്മികളാണ്. എന്നാൽ അവർക്ക് മറ്റൊരു വിധത്തിലും ദേഹോപദ്രവം ചെയ്തതായിട്ട് എഴുതിയിട്ടില്ല. അവരെ ആണികൾ കയ്യിലും കാലിലൊക്കെ അടിച്ച് ക്രൂശിൽ തൂക്കി. നടുവിലത്തെ ക്രൂശിൽ കിടക്കുന്ന യേശു അങ്ങനെയല്ലല്ലോ. അവിടുത്തെ ശരീരം മുഴുവൻ ചാട്ടവാറിനാൽ അടിച്ച് കീറി, ശിരസിൽ മുൾക്കിരീടം വെച്ച് അടിച്ചു, താടി രോമങ്ങൾ പിഴുതെടുത്തു. കണ്ടാൽ ആളാണെന്ന് പോലും തിരിച്ചറിയാത്ത അവസ്ഥ. ഈ നിലയിലാണ് യേശുവിനെ ക്രൂശിൽ തൂക്കിയത്. എന്തിനാണ് പിതാവായ ദൈവം പുത്രനെ ഇങ്ങനെ വിട്ടുകൊടുത്തത്? ദൈവമക്കളെ, ശിക്ഷിക്കപ്പെടേണ്ടത് ഞാനും നിങ്ങളുമാണ്, നാം ഓരോരുത്തരുമാണ്. എനിക്ക് പകരക്കാരനായിട്ടാണ് യേശു ക്രൂശിൽ മരിച്ചത്. ഓരോ പ്രാവശ്യവും തിരുവത്താഴ ശുശ്രൂഷ നടത്തുമ്പോൾ നാം തിരിച്ചറിയുന്നത് എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവിനെയാണ്. എനിക്ക് വേണ്ടി ചിന്തയ രക്തത്തെ നാം ഓർക്കുകയാണ്. നാം നുറുക്കുന്ന അപ്പം കർത്താവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാണ്. അവിടുത്തെ രക്തം ചിന്തിയത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണ്. നമുക്ക് എല്ലാവർക്കും ക്രൂശിലേക്ക് ഒന്നുകൂടെ നോക്കാം. ദേശചിതറി അടിച്ചിടാവേ മുഖകമലം വിരൂപമായി, ദേശചിതറി അടിച്ചിടാവേ മുഖകമലം വിരൂപമായി, അഴകുമില്ല സുന്ദരത്വമില്ല അരുമയേശു സാഖിച്ചു നിനക്കാ.